മലയാളത്തിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ ഒരു സീസൺ ആരംഭിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 8 മുന്നോടിയായിട്ടുള്ള കോമണർ സെലക്ഷൻ പ്രോസസ്സായ അഗ്നിപരീക്ഷയുടെ ആദ്യ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റ് ചാനലിൽ ടെലികാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സമയം വൈകിട്ട് 9 മണിയാണെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാറിൽ അഗ്നിപരീക്ഷയുടെ ആദ്യ എപ്പിസോഡ് രാത്രി 12 മണിക്ക് ശേഷം തന്നെ എത്തിയിരുന്നു. ആദ്യ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടുതൽ സ്പോയിലർ ഇല്ലാതെ പറഞ്ഞു പോകാം. നിങ്ങൾ ഇതുവരെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾക്ക് എപ്പിസോഡുകൾ കാണാവുന്നതാണ്. അല്ല എങ്കിൽ ചാനൽ ശനി ഞായർ ദിവസങ്ങളിൽ 9 മണിക്കും മറ്റ് ദിവസങ്ങളിൽ 9:30 മണിക്കും എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ എപ്പിസോഡിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഷോ നേരത്തെ തന്നെ അതിൻ്റെ ആങ്കറേയും അതുപോലെ തന്നെ ജഡ്ജസിനെയും പരിചയപ്പെടുത്തിയിരുന്നു. ആങ്കറായി എത്തുന്ന റെനീഷ ബിഗ് ബോസിലെ 3 ജഡ്ജസിനെയും പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സീറ്റിലേക്ക് ആനയിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിലേക്ക് സെലക്ട് ചെയ്ത 40 മത്സരാർത്ഥികളുടെ അടുത്തേക്ക് എത്തുന്നു. നിലവിലെ 40 മത്സരാർത്ഥികളുടെ ബ്രേക്കപ്പ് ഇങ്ങനെയാണ്. 30 പേരെ ബിഗ് ബോസ് ആദ്യം നൽകിയ അവസരത്തിൽ നിന്നും സെലക്ട് ചെയ്തു. 5 പേരെ വീതം മൈജിയുടെയും വൈറ്റ് ഗോൾഡിൻ്റെയും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ അപ്ലൈ ചെയ്ത മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുത്തു. ഈ 40 മത്സരാർത്ഥികളെയും ടാസ്കിനുള്ള പ്രത്യേക സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ലോക്ക് ആൻഡ് കീയുടെ ടാസ്ക് നൽകുന്നു. ഇതിൽ നിന്നും 20 പേർ വിജയിക്കുന്നു. ഈ വിജയിച്ച 20 പേരെ അഗ്നിപരീക്ഷയുടെ ഫ്ലോറിലേക്ക് എത്തിക്കുന്നു. ശേഷിച്ച 20 പേർ ആദ്യ ഗെയിമിൽ ക്വാളിഫൈ ആകാതെ പോയ 20 പേരെ പുറത്തു തന്നെ നിർത്തുന്നു. അവരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനിക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തുന്നു. അഗ്നിപരീക്ഷ ഫ്ലോറിലെത്തിയ 20 പേരെയും അവർക്ക് നൽകിയിരിക്കുന്ന 20 ഇരിപ്പിടങ്ങളിലേക്ക് വിടുന്നു. അവിടെ വെച്ച് 3 ജഡ്ജിമാരും ഓരോരുത്തരെ വീതം വിളിച്ച് 3 ടീമുകൾ ഉണ്ടാക്കുന്നു. ഈ 3 ടീമുകളിലും പെട്ടവർ ആ ടീമിനുള്ളിൽ തന്നെ പരസ്പരം മത്സരിക്കുന്നു. അവർക്ക് വ്യത്യസ്തമായ 3 ടാസ്കുകൾ 3 സമയങ്ങളിലായി കൊടുക്കുന്നു. അതിൽ നിന്ന് ഒരാളെ വിജയിയായും ചിലരെ ഡേഞ്ചർ സോണിലേക്കും മാറ്റുന്നു. അഗ്നിപരീക്ഷ ഷോയിലുള്ള 2 പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഡേഞ്ചർ സോണിലാകുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളാണ്. ഇതിനെ ഔട്ട് ഹൗസ് എന്നായിരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ വിളിക്കുക. അതേസമയം ഗെയിമുകൾ ജയിച്ചു വരുന്നവർക്ക് ഓരോ ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിക്കും. ഇതിന് പ്രത്യേക ചില സവിശേഷതകളുണ്ട്. ഇങ്ങനെ ആദ്യ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട 20 മത്സരാർത്ഥികളുടെ ആദ്യഘട്ട മത്സരങ്ങളും അവരുടെ വേർതിരിക്കലും ആദ്യ എപ്പിസോഡിലുണ്ട്. ഇവർക്ക് നൽകിയ ഓരോ ടാസ്കുകളും അതിനുള്ള സംഭവങ്ങളും സെലക്ഷൻ മെത്തേഡും എല്ലാം മറ്റു വീഡിയോകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ ഓൾറെഡി അഗ്നിപരീക്ഷയുടെ എപ്പിസോഡുകൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ എങ്ങനെ ഫീൽ ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യണേ.